ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഒരു മുട്ട പൊട്ടിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ബർഗർ ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് നമ്മളൊരു മുട്ട എടുക്കണം. മുട്ട എടുത്ത് പൊട്ടിച്ച് അതിനകത്ത് ഒഴിക്കണം. പിന്നെ നമ്മൾ മുട്ട ഉണ്ടാക്കുന്ന പോലെ ഉള്ളത് അറിയാമല്ലോ, കുരുമുളകും ഉപ്പും ഇടുക. പിന്നെ നിങ്ങൾ ശകലം നേരം വെയിറ്റ് ചെയ്യും. ഞാനിവിടെ ചെയ്യുന്നത് ഭയങ്കര പതിയാണ്. വൈ എൻ്റെ വീഡിയോ ഇച്ചിരി കൂടിപ്പോയി, അത് കാരണം ഇച്ചിരി ചെറിയ പ്രശ്നമുണ്ട്. 7 മിനിറ്റാണ് ഈ വീഡിയോ. എങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇടുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുക. കുരുമുളക് ഇടുക. ഇപ്പോൾ അടുത്ത് ഞാൻ കുരുമുളക് ഇടുക. ഈ കുരുമുളകാണത് കാണിച്ചു തരാൻ വേണ്ടിയാണ് അങ്ങനെ കാണിച്ചത്. കുറച്ചിടുക. ഇപ്പോൾ ഞാൻ പോയി ഉപ്പ് എടുക്കാൻ വേണ്ടി ഒരു ഇച്ചിരി നേരം വീഡിയോ പോസ് ചെയ്യും. അപ്പോൾ പോയിട്ട് വന്നിട്ട് കുറച്ച് ഇതെടുത്തിട്ട് വരാം. ഓക്കെ, ഇച്ചിരി ഉപ്പിടാം. അപ്പോൾ ഓക്കെ ഫാസ്റ്റായിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കാണിക്കാൻ പറ്റും. പക്ഷേ എനിക്കിത് ഫാസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ കാരണം കൊണ്ട്. ഞാൻ ഷോട്ടിലാണ് പറ്റിയത്. അപ്പം എന്തോ ലിറ്റിൽ പ്രോബ്ലം. നമ്മൾ പതിയെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ വേഗത്തിലാണ് മിക്സ് ചെയ്തത്. വേഗത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ആ ബ്രെഡ് ബണ്ണ് എടുക്കുക. ഒരു ബണ്ണ് എടുത്തിട്ട് അതിൻ്റെ നടുവേ മറ്റേ നമ്മൾ മധുരമുള്ള മറ്റേ അതൊന്നും ഇല്ലാത്തത് ഞാൻ ഒന്ന് കട്ട് ചെയ്തപ്പോൾ അതെന്നാ പറ്റിയേ. ഞാൻ മറ്റേ മധുരമില്ലാത്ത സാധനം എടുക്കുക, ബണ്ണ്. അപ്പം നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായി. ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നത്? ആ ബണ്ണ് അവിടെ വച്ചു. ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യാണ് ഒഴിക്കേണ്ടത്. ഞാൻ ആക്സിഡൻ്റലി അതെടുത്ത് കാണിച്ചു പോയി. കട്ട് ചെയ്യാനും മറന്നുപോയി. അപ്പോൾ ഇച്ചിരി നെയ്യ് ഒഴിക്കുക. പിന്നെ വെയിറ്റ് ചെയ്യുക. മുട്ട ഒഴിക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, വീഡിയോ കുറേ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. സത്യത്തിൽ നോ ഐഡിയ ഫോർ ദിസ്. ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, നമ്മളങ്ങനെ മിക്സ് ചെയ്തിട്ട് എനിക്കത് പെട്ടെന്നാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ അങ്ങനെ അത് ചെയ്യുക. മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മൾ പതിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിച്ചിരി ഫാസ്റ്റർ ആക്കായിരുന്നല്ലേ. ഞാൻ എന്തിനാ ഇത്ര സ്ലോ ആക്കിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മറിക്കുമ്പോൾ അത് കണ്ടോ നേരെ വന്ന്. ദാറ്റ് ഈസ് മാജിക് ഗൈസ്. മാജിക് കാരൻ, റിയലി മാജിക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അത്. അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ദറ്റ് ഈസ് എ കൂൾ വേ ടു മൂവ് ദ എഗ് ഫ്രം എ പാൻ. നമ്മൾ ഫ്ലെയിം കുറച്ച് കുറയ്ക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറച്ചുകൂടെ ഞാൻ ഒത്തിരി ഒഴിച്ച് പോയെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ബണ്ണില്ലേ, അതിൻ്റെ ഫസ്റ്റ് ഭാഗം എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് പതിയാക്കുക. ഓക്കെ ഡാഡി കം പ്ലീസ്. എവിടെയാണ്? കാണുന്നില്ലല്ലോ. ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. വന്നു. മൈ ഹെൽപ്പർ ഈസ് ഹിയർ. ഡാഡി, മൈ ലവിങ് ഡാഡി ഈസ് ഹിയർ. അപ്പം നമ്മൾ ബണ്ണം വെച്ച് ഒന്ന് ഇതാക്കി കൊടുക്കുക. സെറ്റാവുന്നവരെ അതുണ്ടോ അതേപോലെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് പൊളി കാര്യം. അത് ഞാനത് വലിച്ചെറിഞ്ഞതിൻ്റെ അകത്തേക്ക്. അതാണ് ചെറിയ പ്രശ്നം. കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുക. നമ്മൾ ഒത്തിരി ഒഴിച്ചില്ല. ഞാൻ അത് കണ്ടില്ലായിരുന്നു. ഞാൻ ഒത്തിരി ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് മുട്ട പൊരിച്ചല്ലേ. അപ്പം ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ബണ്ണെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ അതിൻ്റെ അകത്ത് വെക്കണം എന്നും പറഞ്ഞെടുത്ത് വെച്ചല്ല, എടുത്തിട്ടപ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ കറക്റ്റ് പോയിരുന്നതാണ് ട്രിക്ക് ഷോട്ട്. നമ്മൾ അടുത്ത അതിൻ്റെ അടിയിലത്തെ ബണ്ണും കൂടെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. ഓക്കെ, ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ഭയങ്കര ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ഞാൻ ഒരു ബണ്ണിൻ്റെ 4 ഉള്ള പാക്കറ്റ് യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാമതൊരു പാക്കറ്റ് കൂടെ മേടിച്ചിട്ട് ഇപ്പം ചെയ്യുന്നതാണ്. എൻ്റെ കൈയ്യൊക്കെ എന്തല്ലേ വിനകട്. ഇങ്ങനെയൊന്നും കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വഴിയിലേക്ക് പോകാം. വഴിയോ എന്തെങ്കിലും ആവട്ടെ. ബണ്ണങ്ങനെ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ മറിച്ചിട്ടാണ് അങ്ങ് ചെയ്യുക.
അപ്പം ഞാൻ സ്പൂൺ അറിയാതെ അവിടെ വെച്ച് പിന്നെ എവിടെ പോയെന്ന് എനിക്കറിയാൻ പാടില്ല, കണ്ടില്ല. ഓക്കെ, വൈ ആർ ഈസ് നൈഫ് ഇൻ ദ വേ. ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്, അത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഞാൻ അവിടെ സോറി ഫോർ ദാറ്റ്, നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങളാരും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മൾ ഈ സോസില്ലേ, റെഡ് ചില്ലി സോസ് എന്നാണ് ഇതിൻ്റെ പേര്, ചിങ്സ് എങ്ങനെയുണ്ട് അതിൻ്റെ പേര്, എങ്ങനെയെങ്കിലും കേട്ടെ. ഞാൻ കുറച്ചാണ് ആദ്യം ഒഴിച്ചത്, പിന്നെ അത് ഇത് തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറവാണെന്ന് മനസ്സിലായിട്ട് രണ്ടാമത് ഒന്നുകൂടെ തേക്കണ്ടേ, കണ്ടോ കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് ടേസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ഈ സോസ് കഴിക്കുന്നത്. ഈ സോസും പിന്നെ അടുത്ത സംഭവമാണ് നല്ല, അതിൻ്റെ പേര് ഞാൻ മറന്നല്ലോ. ആ സാധനം ഇപ്പോൾ രണ്ടാമത് ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ ഗൈസ്, രണ്ടാമത് അപ്പുറത്ത് ഒഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത് ഇടുന്ന സാധനം ആണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. നമ്മൾ ബണ്ണ് ഇത് മാത്രം വച്ചിട്ട് കാര്യമില്ല, മുട്ട കണ്ടാൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരുള്ളൂ. ഞാൻ പറയണേ എല്ലാം തലയിടിച്ചാലേ ഗൈസ്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ അപ്പുറത്തേക്ക് തേക്കാൻ നോക്കുക കേട്ടോ ഗൈസ്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ചില്ലി പൗഡറാണെന്ന് തോന്നുന്നു, നമ്മൾ ഈ മുളക് പൊടിച്ചെടുക്കുകയില്ലേ, ഞാൻ ആദ്യം കൈ കൊണ്ട് എടുക്കാൻ നോക്കി, പാത്രത്തിൽ ഇട്ടിട്ട് കൈ കൊണ്ട് എടുക്കാം. ട്രിക്ക് ഷോട്ട് ഇല്ല, എടുത്ത് കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സോസിൻ്റെ അകത്ത് ഒട്ടിക്ക് പിടിക്കാൻ പാകത്തിന് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത്ര ഇത് കംപ്ലീറ്റ്ലി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കത്തി ഇങ്ങെടുത്തിട്ട് ഒരു മറ്റേ മേൾഭാഗം ബണ്ണിൻ്റെ വെക്കാം. എന്നിട്ട് ഇത് കറക്റ്റ് വട്ടത്തിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഞാനത് കട്ട് ചെയ്തെന്നേ ഉള്ളൂ, ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഗൈസ്. ഇത് മറ്റേ നമ്മൾ ബർഗർ കിങ്ങിലൊക്കെ പോയിട്ട് ബർഗർ കഴിക്കുമ്പോൾ ഉള്ള ഷേപ്പ് ആവട്ടെ എന്നുള്ള ആലോചിച്ച് ഞാനങ്ങ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ അത് മാറ്റിയപ്പോഴേക്ക് കറങ്ങിപ്പോയിട്ടോ. എൻ്റെ അച്ഛൻ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനൊന്നും നോക്കിയില്ല, എല്ലാം കട്ട് ചെയ്തെടുക്കുമായിരുന്നു. ആ ബണ്ണിനൊരു ടാപ്പും കൊടുത്തു, പിന്നെ ബാക്കിയുള്ള അതൊക്കെ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കറക്റ്റ് ഒരു സ്ക്വയർ വച്ചിട്ടോ ഗൈസ്, എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മനഃപൂർവ്വം വെച്ചാണോ അല്ലാതെ വെച്ചാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളിപ്പം അയച്ചിട്ടുണ്ട്, കറക്റ്റ് ചരിഞ്ഞരിഞ്ഞ് പോകണം ഗൈസ്, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. കണ്ടോ, നല്ല ടേസ്റ്റി ബർഗർ. ബൈ. അപ്പോൾ ബൈ, നമ്മൾ ഇത്രേ ഉള്ളൂ, ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.